ഒരുപാട് അമലുകൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമോ? എന്റെ ചെറുപ്പക്കാരോട് പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയത് എന്തെന്നറിയുമോ? ഈ മാസത്തിൽ ചെയ്യേണ്ട അമലുകൾ എന്തെന്നറിയുമോ? ഒരുപാട് പേര് പാപമല്ലെന്ന് പറഞ്ഞ് തെള്ളിക്കളയുന്ന ചില പാപങ്ങളുണ്ട്. അതിന്റെ ഗൗരവം അറിയാനിട്ടാണ് ചിലര് പറയുന്നത് ഒരു പാപമല്ലെന്നാണ്, ഇതൊരു തെറ്റല്ല എന്ന് പറയുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. ജനങ്ങൾ മുഴുവനും പാപമല്ലെന്നറിഞ്ഞു അതാ പാപമല്ലെന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ നിസാര പാപമല്ല, നിസാര പാപമല്ല. അങ്ങനെ ജനങ്ങളെ നിസാരമായി തള്ളിക്കളയുന്ന പാപമുണ്ടല്ലോ, ആ പാപത്തിനെ നീ സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നമ്മുടെയൊക്കെ പാപമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു നാണവുമില്ലാതെ ചെയ്തുകൊണ്ട് നടക്കുന്ന ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങളെ നീ സൂക്ഷിക്കേ, എങ്കിലും നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എല്ലാവരും ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്. ഏകദേശമുള്ള ഈ സദസ്സിരിക്കുന്ന ഏകദേശമുള്ളവരും ചെയ്യുന്ന ഒരു പാപമുണ്ട്. അവര് പറയുന്നത് ഇത് പാപമല്ല എന്ന. എങ്കിൽ ഈ പാപം കൊണ്ട് നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എല്ലാവരും ചെയ്യുന്ന പാപം നീ ചെയ്യരുത്, ഇന്ന് മുതൽ സൂക്ഷിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സൂക്ഷിക്കുമോ? സൂക്ഷിക്കുമോ? എങ്കിൽ എഴുന്നേക്ക്. ആ പാവം ഏതാ നീ എപ്പോ പറഞ്ഞുതരാം. സംഘാടകരുണ്ടെങ്കിൽ എന്താ, ഇതിന്റെ സംഘാടകരുണ്ടെങ്കിൽ ആ കാണുന്ന ബോക്സിന്റെ സൈഡിൽ കുറച്ച് കസേര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അതെടുത്തിട്ട് ഈ പാവങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങൾ റെഡിയല്ലേ? ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. 6 അടി നീളത്തിൽ ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ എല്ലാവരുടെയും ഉടുത്തിരിക്കുന്ന വസ്ത്രം, ഇട്ടിരിക്കുന്ന പാന്റ് ഒന്ന് നോക്കിക്കേ. കാലി നോക്കിക്കേ, കാലിലേക്ക് നോക്ക്. നോക്കിയാ എവിടാ കിടക്കുന്നേ? നെരിയാണിക്ക് താഴെ നിങ്ങളുടെ വസ്ത്രം ഉണ്ടോ ഇല്ലയോ നോക്ക്. നോക്കടാ ചങ്ങാതി, നെരിയാണിക്ക് താഴെയാണോ നിന്റെ വസ്ത്രം, നിന്റെ പാന്റ് കിടക്കുന്നത്, നിന്റെ മുണ്ട് കിടക്കുന്നത്? ഇത് തെറ്റാണോ ശരിയാണോ? നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് പാപമാണോ പാപമല്ലേ? പറ. എന്നിട്ട് നീ എന്തേ താഴെ ഇട്ടുകൊണ്ട് നടക്കുന്നത്? അല്ല ഈമാൻ തരുമാറാകട്ടെ, അല്ല ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ പൊക്ക്, ഇപ്പൊ തന്നെ ഉടുത്തിക്കോ. പ്രതിഫലം ഞാൻ പറയാം, പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. നിനക്ക് ഈ ഇടുന്ന ഈ വസ്ത്രം നെരിയാണിക്ക് താഴെ ഇട്ടുകൊണ്ട് നടക്കുന്നതിലൂടെ നിനക്കുണ്ടാകുന്ന നഷ്ടം ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഇന്നത്തെ ചെറുപ്പക്കാരാകട്ടെ ആണുങ്ങളാകട്ടെ എല്ലാവരും പടച്ചവനെ അമിതം പേരുടെയും വസ്ത്രം നെരിയാണിക്ക് താഴെയാണ്. എടാ ചെറുപ്പക്കാരാ, നീട്ടിരിക്കുന്ന പാന്റ് നെരിയാണിക്ക് താഴെയല്ലേടാ. എന്തേ പാപമല്ലേ, എന്തേ പാപമല്ലേ? എങ്കിൽ അതെന്തെന്നറിയുമോ? നീ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് പാപമല്ലെന്നാരാ പറഞ്ഞത്? അതിലൂടെ നിനക്കുണ്ടാകുന്ന നഷ്ടം നിനക്കറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, സഹാബാ, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, നെരിയാണിക്ക് താഴെ വസ്ത്രവും ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, അവര് അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നവരെ അല്ലാഹുവിന് വെറുപ്പാ. അല്ലാഹുവിന് വേണ്ടടാ, നിന്നെ അല്ലാഹുവിന് വേണ്ടടാ ചെറുപ്പക്കാരാ. കള്ളു കുടിച്ചതിന്റെ പേരിലല്ല, നിനക്ക് കള്ളു കുടിക്കാൻ പേടിയാണ്, വ്യഭിചരിക്കാൻ പേടിയാണ്, പലിശ തിന്നാൻ പേടിയാണ്, നിസ്കാരം കളയാക്കാൻ പേടിയാണ്, പടച്ചവനെ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് പേടിയാണ്. പക്ഷേ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം, അല്ലാഹുവിന്റെ കോപം കിട്ടുന്ന കാര്യമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കലൂ. എന്തേ
എന്തേ നിനക്ക് സൂക്ഷിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നിനക്കത് സൂക്ഷിക്കാൻ കഴിയാത്തത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒന്ന്, നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിട്ടുകൊണ്ട് നടക്കുന്നവന് അല്ലാഹുവിന് ഇഷ്ടമല്ല സഹാബ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭയാനകമായ പരലോകത്തെ കുറിച്ച് നിനക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച പരലോകമുണ്ടല്ലോ. ജനങ്ങൾ മുഴുവനും നിലവിളിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന റബ്ബിന്റെ മഹ്ശറയുണ്ടല്ലോ. മോനെ ചിന്തിക്കാത്തതെന്തേടാ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ബാപ്പയുണ്ടല്ലോ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മക്കളുണ്ടല്ലോ, അതാ ഉമ്മയുടെ വയറ്റിൽ കിടന്ന് നിന്റെ കൂടെ പുറപ്പുണ്ടല്ലോ. ഇവരൊക്കെ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വെച്ച് നിന്നെ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമാ. ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല, ഒരാളും നിന്നെ സഹായിക്കില്ല. അവിടെ കിടന്നുകൊണ്ട് യാചിക്കുകയാണ്, അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ, ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവനും പരലോകത്ത് കിടന്ന് തെണ്ടുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ നിന്നെ സഹായിക്കാൻ ആരാവുള്ളത്? നിന്നോട് കരുണ കാണിക്കാൻ ആരാവുള്ളത്? എടാ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചടച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് നീ കടന്നു വരുമ്പോ അല്ലാഹു നിന്നെ നോക്കുക പോലുമില്ലടാ പൊന്നുമോനെ. ഫാഷനാണെന്ന് പറഞ്ഞിട്ട്, മോഡലാണെന്ന് പറഞ്ഞിട്ട് വസ്ത്രം വലിച്ചടച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, പ്രായം ചെന്ന വാപ്പ പോലും മുണ്ടെടുത്തിയിട്ട് ആ മുണ്ടിങ്ങനെ വലിച്ചടച്ചുകൊണ്ട് നടക്കുകയാണ്. വാപ്പ അല്ല നിന്നെ കൈവിടും സഹോദരാ, വാപ്പ നിന്നെ അല്ലാഹുവിന് വേണ്ട. പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചിട്ട് അല്ലാഹു നിന്നോട് സംസാരിക്കില്ല, അല്ലാഹു നിന്റെ മുഖത്ത് നോക്കൂല, അല്ലാഹുവിന്റെ ഒരു കരുണയും നിനക്ക് ലഭിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഈ ദുനിയാവിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തവനെ പോലെ നടക്കണം. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു നിന്നെ കൈവിടുകയാ. അല്ലാഹു കൈവിട്ടാൽ ആരുണ്ടടാ മോരെ? പടച്ച റബ്ബെങ്ങാനും നിന്നെ കൈവിട്ടാ രക്ഷപ്പെടുത്താൻ ഈ പ്രപഞ്ചത്തിൽ വേറെ ആരാവുള്ളത്? മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ, അവന് സ്വർഗത്തിൽ കടക്കില്ല സ്വഹാബാ. അഹങ്കാരമുള്ളവന് സ്വർഗത്തിൽ കിടക്കൂല. അവന്റെ അമലുകൾക്ക് അല്ലാഹുവിന് വേണ്ട, അവന്റെ നിസ്കാരങ്ങൾ അല്ലാഹുവിന് വേണ്ട, അവൻ എന്തെല്ലാം ചെയ്താലും പടച്ചവന് സ്വീകരിക്കൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അഹങ്കാരിയെ കാണണോ, അഹങ്കാരിയെ കാണണോ, അഹങ്കാരമുള്ളവനെ കാണണോ? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, നിര്യാണിക്ക് താഴെ ഒരു മനുഷ്യന് വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടാൽ അത് അഹങ്കാരത്തിന്റെ അടയാളമാ, അത് അഹങ്കാരത്തിന്റെ അടയാളമാ. ആരാ പറഞ്ഞത്? മദീനയിലെ മുത്തുനബിയുടെ റൗളയ്ക്കകത്ത് പ്രവാചകന്റെ ചാരത്ത് കിടക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹുവാണ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നു, ഉമറേ, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? അല്ലാഹുവേ, നിങ്ങൾ ആരായിരുന്നു ഉമറേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയവനാണ്. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ, അല്ലാഹു നിങ്ങളെ മുസ്ലിമാക്കിയല്ലോ, പ്രവാചകൻ ഇഷ്ടപ്പെട്ട സ്വഹാബിയാകാൻ പറ്റിയല്ലോ, നിങ്ങൾ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തല്ലോ, അല്ലാഹുവേ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായില്ലേ, ഒരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ ഉമറേ? മദീനത്ത് കടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ, എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചിട്ട് തിരിച്ച് നടന്നു പോകുന്ന ചെറുപ്പക്കാരനോടാണ് ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യ, മോനെ, ഒന്ന് നിൽക്കുമോ മോനെ, ഒന്ന് നിൽക്കുമോ മോനെ? എടാ, നിന്റെ നെരിയാണിക്ക് താഴെ വസ്ത്രം കിടക്കുകയാ, അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ, അല്ലാഹുവിന്റെ കോപം കിട്ടുന്ന കാര്യമാ. നാളെ പരലോകത്ത് വെച്ച് റബ്ബ് കണ്ട പരിചയം പോലും കാണിക്കൂല, അല്ലാഹു സംസാരിക്കൂല. നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കല് അഹങ്കാരത്തിന്റെ അടയാളമാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എല്ലാവരും പാപമല്ലെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുക. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്നാൽ അത് ചെയ്യുന്നതിലൂടെയുള്ള നഷ്ടം, ഒന്ന്, അല്ലാഹു നിന്നെ വെറുക്കും. അല്ലാഹു നിന്നെ വെറുക്കും, അല്ലാഹുവിന് നിന്നെ ഇഷ്ടമല്ല, കോപം അല്ലാഹുവിന് നിന്നോട്. രണ്ട്, പരലോകത്ത് ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകെ നിന്നെ സ്വർഗത്തിൽ കടത്തി വിടേണ്ടത് അള്ളയാ. അല്ലാഹ് പറയും പോടാന്ന് പറഞ്ഞാൽ പോകാം. അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടും അല്ലാഹുവാണ്. ആ പടച്ചവൻ നിന്നെ നോക്കത്ത് പോലുമില്ല, കണ്ട പരിചയം പോലുമില്ല, പോടാ നാട്ടി ഓടിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. മൂന്ന്, അഹങ്കാരമുള്ളതിന്റെ അടയാളമാ വസ്ത്രം വലിച്ചടിച്ചുകൊണ്ട് നടക്കല്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹ് കാക്കുമാറാകട്ടെ. അപ്പൊ എല്ലാവരും നിസാരമായി തള്ളിക്കളയുന്ന ഈ പാപം ഈ ശഅബാനിന്റെ രാത്രി മുതൽ രക്ഷപ്പെടണമെങ്കിൽ സൂക്ഷിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനാണ് വെറൈറ്റി എന്ന് പറയുക. അല്ലാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സൂക്ഷിച്ചൂടെ? സൂക്ഷിച്ചുകൂടെ? വേണമെങ്കിൽ സൂക്ഷിക്കുക, എനിക്ക് നിർബന്ധമില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. രണ്ട്, നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട്, നമ്മളെല്ലാവരും സുജൂദ് ചെയ്യാറുണ്ട് നിസ്കരിക്കുമ്പോൾ. ഈ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാലിന്റെ വിരലുകൾ നമ്മൾ എങ്ങനെ വെക്കുന്നത്? പറയടോ, എങ്ങനെ വെക്കുന്നത്? അത് പുറകിൽ നിന്ന് നോക്കണം, അപ്പം കാണാം. നമ്മളൊക്കെ നമസ്കരിക്കുന്ന സമയത്ത്, സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാലുകളുടെ വിരലുകൾ അധികം പേരും കുത്തിയാണ് വെക്കാറുള്ളത്. അധികം പേര് നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിന്റെ വേളയിൽ കാലിങ്ങനാണ് വെക്കാറ്. സത്യത്തിൽ എങ്ങനെ വെക്കേണ്ടത്? പറയടോ ചങ്ങാതി, എങ്ങനെ വെക്കേണ്ടത്? ഇങ്ങനെ കാലിന്റെ അടിഭാഗമാണോ ഭൂമിയിൽ വെക്കേണ്ടത്, അതോ കുത്തിയാണോ വെക്കേണ്ടത്? പറ. അല്ലാഹു ആലം. ചിലത് കുത്തിയിട്ടുമില്ല, മടക്കിയിട്ടിരിക്കാം. നിങ്ങൾ പോയിട്ട് ഫിഖ്ഹിന്റെ കിതാബ് എടുത്ത് നോക്ക്. സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ അടിഭാഗം എങ്ങനെ വെക്കണം? ഇങ്ങനെ മടക്കി, അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലിന്റെ അടിഭാഗം ഇങ്ങനെ വെക്കണമെന്നാ സുജൂദിന്റെ വേളയിൽ. ഇല്ലെങ്കിൽ അവന്റെ സുജൂദ് തന്നെ ശരിയാകില്ല എന്ന് ഹദീസിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ആ നിസ്കാരത്തിന്റെ സമയത്ത് പോലും സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ മറ്റൊരു മഖ്ലൂഖിന്റെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ലല്ലോ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, സഹാബത്തേ, നിങ്ങൾ
നിങ്ങൾ സുജൂദ് ദീർഘിപ്പിക്കണേ സഹാബ, നിങ്ങൾ സുജൂദിനെ ദീർഘിപ്പിക്കണേ സഹാബ. കാരണം എന്തെന്നറിയുമോ? ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. അവന് സുജൂദിൽ കിടക്കുമ്പോ മരത്തിൽ നിന്ന് ഉണക്കയില പൊടിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ അല്ലാഹുവേ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഒരുപാട് കാലം കൊണ്ട് നിസ്കരിക്കുന്നുണ്ടല്ലോടാ, എന്റെ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ കാല് നീ കുത്തിവെക്കുന്നത് നിന്റെ കാലിന്റെ അടിഭാഗം ഭൂമിയിൽ ഇരിക്കണമെന്നല്ലേ മദ്രസയിൽ പഠിച്ച അറിവല്ലേ? എന്തേ നിസാരമായി തള്ളിക്കളയുന്നത്? അതുകൊണ്ട് സഹോദരാ, സുജൂദ് ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ നിന്റെ കാലുകൾ വെക്കുന്നത് നീ സൂക്ഷിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാലുകൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. നിങ്ങളുടെ കാലുകൾ സൂക്ഷിച്ചു വെക്കണം. നിങ്ങളുടെ പാപം പൊറുക്കുന്ന നന്മയാണ്, നിങ്ങൾ രക്ഷപ്പെടാനുള്ള നന്മയാണ്. നിങ്ങൾ സുജൂദ് ചെയ്യുന്നത് അല്ലാഹുവിന്റെ മുന്നിലാണ്. ആ ഓർമ്മയോടുകൂടി നിങ്ങൾ നിസ്കരിക്കണേ, ആ ഓർമ്മയോടുകൂടി നിങ്ങൾ സുജൂദ് ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇത് ജനങ്ങൾ നിസാരമായി തള്ളിക്കളയുന്ന രണ്ടാമത്തെ കാര്യമാ. അതുകൊണ്ട് ഇനിയെങ്കിലും സൂക്ഷിക്ക ചെറുപ്പക്കാരാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ആണിന്റെയും പെണ്ണിന്റെയും ഔറത്തുണ്ടല്ലോ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തെ കാര്യം, ഒരാളുടെ ഔറത്ത് മറ്റൊരാൾ കാണാൻ പാടുണ്ടോ പാടില്ലേ? കാണാൻ പാടുണ്ടോ പാടില്ലേ? നിന്റെ ഔറത്ത് എനിക്ക് കാണാൻ പാടുണ്ടോ? എന്താ, ഹറാമാണോ ഹലാലാണോ? ഹറാമാണോ ഹലാലാണോ? ഹറാമാണ്. ബോധമുണ്ടില്ലേ? അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്നാ നീ എങ്ങനെ ഒരാളിന്റെ ഔറത്ത്, ഒരു പെണ്ണിന്റെ ഔറത്ത്, ഒരാളുടെ ഔറത്ത് മറ്റൊരാൾ കാണാൻ പാടില്ല എന്നാ? എന്നാലും ഞാനും നിങ്ങളും അല്ലേ, ഇവിടെ പിന്നെ മുണ്ടുടുത്തുന്നവര് കുറവാ, എങ്കിലും രാത്രിയൊക്കെ ഉടുത്താറുണ്ട്. ഈ പ്രായമുള്ളവരൊക്കെ മുണ്ടുടുത്തിയിട്ട് മടക്ക് ഉടുത്തണ ഒരു സ്വഭാവമുണ്ട്. കണ്ടിട്ടുണ്ടോ ഉടുത്തണത്? കണ്ടിട്ടുണ്ടോ? അടി കിടക്കുന്നതിന്റെ കമ്പിന് പുറത്ത് കാണാം. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, എല്ലാരും ഇങ്ങനെ നിന്റെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഒരാണിന്റെ ഔറത്താ. എന്നാ ഈ വാപ്പ ഉടുത്തിരിക്കണത് എവിടെയാണെന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ചെറുപ്പക്കാര് പറഞ്ഞു, അല്ലാ ഞാൻ പാൻ്റല്ലേ ഉസ്താദ ഇടണേ? ഞാൻ പാൻ്റല്ലേ? ശരിയാടാ, നീ പാൻ്റാ ഇടുന്നേ. പക്ഷെ ഈ തുട എന്തിനാടാ കീറിയിട്ടിരിക്കണത്? നീ ഇട്ടിരിക്കുന്ന പാൻറ് നോക്ക്. ഇന്നത്തെ ചെറുപ്പക്കാര് ധരിച്ചിരിക്കുന്ന പാൻറിൽ നോക്കിക്കേ, അവന്റെ പാൻറ് മുഴുവനും എവിടൊക്കെ കീറാൻ പറ്റുമോ അവിടൊക്കെ കീറിയിട്ടിരിക്കുക. കണ്ടാ പിച്ചക്കാരനെ പോലെ നടക്കുന്നു പാവപ്പെട്ടവൻ. അല്ലാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. പറ, കീറി പറഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന ആരാ? പറയടോ, ആരാ? ദാരിദ്ര്യം പിടിച്ചവനല്ലേ? എന്റെ പൊന്നാര വാപ്പ, ഇത്രയും സമ്പത്തുണ്ടായിട്ട് നിന്റെ മോനൊരു നല്ല പാൻറ് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലല്ലോ നിന്നെ കൊണ്ട്. ഞാൻ അങ്ങനെ ഓർക്കാം. എടാ, ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്ക, ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്ക. ഹറാം, പച്ചയായ ഹറാം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, നീ സ്വന്തം ചെയ്യുന്നതിനോടൊപ്പം ഈ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണേ എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കോലങ്ങൾ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയൂ ഉസ്താദെ ഞാൻ റോഡിലൂടെ ഒന്നും നടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് റോഡിൽ കൂടെ നടക്കുന്ന കാര്യമല്ല. നമ്മുടെ വീടുകളിൽ ഇരുന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ മക്കൾ
പ്രായപൂർത്തിയായ മക്കള് പുറത്തിറങ്ങുമ്പോൾ അവസ്ഥ പോട്ടെ, വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്ത് വസ്ത്രവാ ചങ്ങാതി ധരിക്കണമെന്ന് കണ്ടിട്ടുണ്ടോ? എടാ, 18 വയസ്സുള്ള കൂടപ്പുറപ്പായ സഹോദരി തന്റെ വീട്ടിൽ വൈകുന്നേര സമയത്ത് വീടിന്റെ അകത്തിരിക്കുന്ന സമയത്ത് ഇട്ടിരിക്കണ വസ്ത്രം കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ, സർവ്വതും വെളിയിക്കണ വസ്ത്രം ഇട്ടോണ്ടാ, അകത്തും ഒന്നും ഇടാത്ത വസ്ത്രം ഇട്ടുകൊണ്ട് 15 വയസ്സുകാരി കൂടപ്പുറപ്പിന്റെ കൈ പിടിച്ച് നടക്കാം. അവിടെ വാപ്പയുണ്ട്, അവിടെ ഉമ്മയുണ്ട്. അപ്പൊ നീ പറയും, എന്റെ സഹോദരനല്ലേ ഉസ്താദേ, എന്റെ സഹോദരനല്ലേ? 18ഉം 19ഉം വയസ്സുള്ള പെൺമക്കളുള്ള വീട്ടിൽ ചെറുപ്പക്കാരൻ നിക്കറിട്ടുകൊണ്ട് നടക്കാം, സായിപ്പെടുന്ന നിക്കർ ഇട്ടുകൊണ്ട് നടക്കാം. നീ എങ്ങനെ രക്ഷപ്പെടുമടാ? അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ അത് തെറ്റായിട്ട് കാണുന്നില്ല, അതൊരു പാവമായിട്ട് നിങ്ങൾ ആരും കാണുന്നില്ല. എങ്കിൽ അള്ള പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാന്റെ ഖുർആൻ എടുത്തു വെച്ചിട്ട് നീ വായിച്ചു നോക്ക്. അള്ളാഹു പറയുന്നു, 3 സമയങ്ങളിൽ വീട്ടിൽ പ്രായപൂർത്തിയായ മക്കളുടെ മുന്നിലൂടെ നേരെ ചൊവ്വ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന മക്കളും മാതാപിതാക്കളും കേട്ടോ, അള്ള പറഞ്ഞത് എന്തെന്നറിയുമോ? 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയുകയാ, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിച്ചേ പറ്റൂ. നിർബന്ധമായിട്ടും ചോദിക്കണം, ചോദിക്കാതെ കയറരുത്. ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. ഏതാണ്? ഏത് മക്കളാ? 18ഓ 20ഓ 25ഓ 10ഓ വയസ്സുള്ള മക്കളല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ. ഫിഖ്ഹിന്റെ മുഫസ്സിരീങ്ങളെ മഹാന്മാര് പറയുന്നു, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അപ്പൊ 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പറ്റൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏതാ 3 സമയം? ഏതാണ് 3 സമയം? ഒന്നാമത്തെ സമയം സുബഹിയുടെ മുമ്പുള്ള സമയം. സുബഹിയുടെ മുമ്പുള്ള സമയം. 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ ഉമ്മാടെയും വാപ്പാടെയും റൂമിന്റെ അകത്ത് 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ അനുവാദം ചോദിക്കാതെ കയറി പോകരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണമെന്താ? ഒറ്റ ഉദാഹരണം. നമ്മളൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു മുണ്ടെടുക്കാറുണ്ട്. ഞാനൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു മുണ്ട് നല്ല മുറുക്കി ഉടുത്തിട്ടാ കിടന്നുറങ്ങാ. നമ്മളെല്ലാവരും ഒരു മുണ്ട് ഉടുത്തിട്ട് ഉറങ്ങൂല്ലേപ്പാ? പറചങ്ങാതി മുല്ലേ. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് രാവിലെ സുബഹിക്ക് വാങ്ക് വിളിച്ചപ്പോഴത്തേക്ക്, പടച്ചവനെ, വീടിന്റെ വാതിലിട്ട് മുട്ട, സുബഹിക്ക് വാങ്ക് വിളിച്ച് എഴുന്നേക്കടാ. ഇങ്ങനെ അങ്ങോട്ട് ഭർത്താവിന്റെ ഭാര്യ എഴുന്നേറ്റ് ഇക്കാനെ വിളിക്ക. ഇക്കത് വാപ്പ കിടന്ന് വിളിക്കുന്നിക്ക, ചാടി എഴുന്നേക്കുക എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേക്കുമ്പോ നോക്കുന്നതല്ല, ഒരു മുണ്ടുണ്ടായിരുന്നല്ലോ, അല്ല എവിടെ പോയല്ല. രാത്രി കിടന്നപ്പോ ഒരു മുണ്ടുടുത്തിയിട്ടുണ്ടായിരുന്നു, പടച്ചവനെ കാണുന്നില്ല, കട്ടിലിനടി കിടക്ക. അതുകൊണ്ടാ അള്ള പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിന്റെ മക്കളെങ്ങാണം ആ സമയത്ത് രാവിലെ എങ്ങാണം വീടിന്റെ അകത്ത് റൂമിലേക്ക് ഓടി കയറി വന്ന ഗോവ കടപ്പുറ ഓർമ്മ വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം വാപ്പ കിടക്കണത് ജനിച്ചതുപോലെ ഉമ്മയുടെ ഔറത്ത് തുറന്നു കിടക്കുന്ന സമയം. ഇന്നത്തെ ചൂടൊക്കെ നോക്ക്. ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോ വീടിനകത്ത് കയറി റൂം അടച്ചിട്ട് ഭാര്യയും ഭർത്താവ്, അല്ലാ എന്തൊരു ചൂട് പടച്ചവരെ, എല്ലാം ഊരിക്കളന്നിട്ട് കിടക്ക. അപ്പോൾ 7 വയസ്സുകാരൻ ഓടി വന്ന അവളുടെ രംഗം ആലോചിക്കും. വാപ്പായും ഉമ്മായും രാത്രി ചോറൊക്കെ കഴിച്ചിട്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് 2 പേരും കൂടെ കിടപ്പറയിൽ കയറി കിടക്കുന്ന സമയം വാതിലടയ്ക്കാൻ മറന്നുപോയി ഒരു മകൻ കയറി വന്നാലുള്ള രംഗം നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയുവോ? ഉമ്മാടെ ഔറത്ത് കണ്ട 25 വയസ്സുള്ളവൻ എന്തെങ്കിലും തോന്നുവോ? പ്രായപൂർത്തിയാകാത്ത മക്കളുടെ കാര്യം പോകട്ടെ. വാപ്പാട് ഔറത്ത് കണ്ടാൽ ഏതെങ്കിലും ഒരു മകൾക്ക് എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നാറില്ല. എന്നിട്ടും അള്ള പറഞ്ഞത് ആ കൊച്ചുമക്കള് കാണരുതെന്ന. ഉമ്മയുടെയും വാപ്പയുടെയും ഔറത്ത് ആ ചെറിയ മക്കള് പോലും കാണണ്ട എന്ന് പറഞ്ഞത് അള്ളയാ. അള്ള പറയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കൊച്ചു മക്കള് പോലും ഉമ്മയുടെയും വാപ്പയുടെയും ഔറത്ത് കാണാൻ പാടില്ല എന്ന് ഖുർആൻ പറയുമ്പോ, നിന്റെ 18 വയസ്സുള്ള മകള് നിന്റെ 19ഉം 20ഉം വയസ്സുള്ള മകന്റെ മുന്നിലൂടെ ആ രാത്രി ഇട്ടുകൊണ്ട് നടക്കുന്ന വസ്ത്രം നീ ഒന്ന് ശ്രദ്ധിച്ചാ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമ്മായിക്ക് അവിടെ തലയിലും തുണിയില്ല, മാറത്തും തുണിയില്ല. എന്തൊക്കെ തുറക്കാൻ പറ്റും അത് മൊത്തം തുറന്നിട്ട് നടക്കാം വാപ്പയും മക്കളും.
എങ്ങനെ രക്ഷപ്പെടും സഹോദര? ഇത് പാപമല്ലെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? ഇതിലൂടെ നിനക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? അത് പാപമല്ല, അത് പാപമല്ല എന്ന് കരുതി നടക്കുന്നവരോട് ഒരൊറ്റ ചരിത്രം ഞാൻ വിശദീകരിക്കാതെ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അപ്പമാരേ, ശരീരം മറക്കാതെ വീട്ടിലൂടെ നടക്കുന്ന ഉപ്പാ, പ്രായപൂർത്തിയായ മക്കളുടെ മുന്നിലൂടെ, ആ മക്കള് മാതാപിതാക്കളുടെ മുന്നിലൂടെ പടച്ചവനെ നേരെ ചൊവ്വ മാറിടത്ത് തുണിയിടാതെ, തലയിൽ പോലും തുണിയില്ലല്ലോ, പടച്ചവനെ ടീഷർട്ട് ധരിച്ചിട്ട് വീടിന്റെ അകത്ത് പുറത്തിറങ്ങിയ ഫർദയാണ്, വീടിന്റെ അകത്ത് കയറിയ നൈറ്റർസ് പോലും തോറ്റുപോകുന്ന രീതിയിൽ നിന്റെ പൊന്നാര മക്കള് ലെഗിൻസ് ധരിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് നടക്കുകയാണ്. അത് പാപമാണെന്ന് നിനക്ക് തിരുത്താൻ പറ്റുന്നില്ലല്ലോ, ഇങ്ങനെ നടക്കല്ലേ എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ, എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണേ തമ്പുരാന്. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. ഇതല്ലാതെ വേറെ ഒന്നും ദുആ ചെയ്യുന്നില്ല. ഇത് കണ്ടപ്പോൾ ആ മഹാൻ അത്ഭുതമായി. ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കഅബയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ മഹാനവകൾ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, എന്തേ മോനെ, നിന്റെ സഹോദരങ്ങളുടെ ഗതി നിനക്ക് വരുത്തരുതെന്ന് നീ ദുആ ചെയ്യുന്നല്ലോ, എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങള്, എനിക്ക് 2 സഹോദരങ്ങളുണ്ടായിരുന്നു, 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. എന്റെ ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. എന്റെ ജ്യേഷ്ഠന്മാര്, ഒന്നാമത്തെ ജ്യേഷ്ഠൻ പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. 35-40 വർഷക്കാലമാണ് ബാങ്ക് വിളിച്ചത്. അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാണ്. പക്ഷേ മരണം എങ്ങനായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിലെ വർഷങ്ങളോളം ബാങ്ക് വിളിച്ചിരുന്ന എന്റെ സഹോദരനുണ്ടല്ലോ, അവസാനം മരണസമയം അടുത്തു വന്നപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടുവരാ പറയുകയാണ്. ഞാൻ ഖുർആൻ എടുത്തുകൊണ്ട് കയ്യിൽ കൊടുത്തപ്പോ അവിടുന്ന് വലിച്ചെറിയുകയാ. ഈമാനില്ലാത്ത മരണമായിരുന്നു, ഈമാനില്ലാത്ത മരണമായിരുന്നു. എന്റെ 1ാമത്തെ ജ്യേഷ്ഠൻ ഈമാനില്ലാതെ മരിച്ചുപോയി. 2ാമത്തെ സഹോദരനുണ്ടല്ലോ, അതേ പള്ളിയിലാ ബാങ്ക് വിളിച്ചത്, അതേ പള്ളിയിലാ ബാങ്ക് വിളിച്ചത്. 10 വർഷക്കാലം പള്ളിയിൽ ബാങ്ക് വിളിച്ചു. അവസാനം മോശമാതങ്ങള്, 2 പേരുടെയും അവസാനം മോശമായിരുന്നു. പടച്ച റബ്ബേ, അതേ പള്ളിയിൽ ഇപ്പത്തെ മുഅദ്ദിൻ ആരാണെന്നറിയുമോ? ഞാനാണ് തങ്ങള്, ഞാനാണ് ബാങ്ക് വിളിക്കുന്നത്. അല്ലാഹുവേ, ഈമാനില്ലാത്ത ഒരു മരണം എനിക്ക് തരല്ലേ അല്ലാ. അതിനു വേണ്ടിയാ ദുആ ചെയ്യുന്നത്. മഹാനവറുകൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജ്യേഷ്ഠന്മാരെങ്ങനായിരുന്നു? അവരുടെ സ്വഭാവം എങ്ങനായിരുന്നു? തങ്ങളെ നിസ്കരിക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, നോമ്പുകൾ പിടിക്കുന്നവരാണ്, സദഖകൾ കൊടുക്കുന്നവരാണ്, ദിക്റുകൾ പറയുന്നവരാണ്, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാ. അവിടെന്ന് ചോദിച്ചു, എന്തെങ്കിലും ഒരു ദുശീലമുണ്ടോ? എന്തെങ്കിലും ഒരു ദുശീലമുണ്ടോ? അവർക്ക്
അവർക്ക് രണ്ടുപേർക്കും ഒരേ ഒരു മോശമായ സ്വഭാവമുണ്ടായിരുന്നു. ഒരേ ഒരു മോശമായ സ്വഭാവം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എന്തേ സ്വഭാവം എന്നറിയുമോ? പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരാ. എടാ ചെറുപ്പക്കാരാ, സ്വന്തം ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നാട്ടുകാരെ മുഴുവനും കാണിച്ചുകൊണ്ട് നടക്കുന്നവര്, അവരുടെ ഔറത്ത് കാണുന്നവര്, വാപ്പാ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് കൊതിയില്ലേ? ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000 മലക്കുകളടങ്ങുന്ന ഒരു സൈന്യവുമായി മലക്കുൽ മൗത്ത് അസ്റായീൽ കടന്നു വരുന്ന രംഗമുണ്ടല്ലോ. കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടകുടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുമ്പോ അല്ലാഹു തന്ന ഈ നാവ് കൊണ്ട് നിനക്ക് പറയണ്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈമാനുള്ള ഒരു മരണം നിനക്ക് വേണോ? പറ്റുമോ വാപ്പാ? വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്ന നിനക്കതിനുള്ള യോഗമുണ്ടാകുമോ? കുടുംബസമേതം വ്യഭിചാരമല്ലേ? അതാ സ്വന്തം കൂടപ്പിറപ്പിന്റെ ഔറത്ത് കാണാൻ പാടുണ്ടോ? ഉമ്മയുടെ ഔറത്ത് മക്കള് കാണാൻ പാടുണ്ടോ? മക്കളുടെ ഔറത്ത് ഉമ്മ കാണാൻ പാടുണ്ടോ? അല്ലാഹുവേ, നിങ്ങളുടെ കുടുംബസമേതം കണ്ടുകൊണ്ട് നടക്കുന്നവരോ എങ്ങനാ നല്ല മരണം കിട്ടുക? അവിടെന്ന് പറയുകയാ, ഇവരുടെ മരണം മോശമാകാനുള്ള കാരണം ഈ ദുസ്വഭാവമാ എന്നവിടെന്ന് ചരിത്രം പറയുമ്പോ, എടാ നീയേ പഠിച്ചില്ലേ? എന്തിനാ നാട്ടുകാരെ പിഴപ്പിക്കുന്നത്? എന്തിനാ നാട്ടുകാരെ നരകത്തിലെത്തിക്കുന്നത്? അതുകൊണ്ട് വാപ്പമാരോട് പറയുകയാണ്, ഔറത്ത് മറയ്ക്കാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് നടക്കുന്ന മക്കളോട് അവിടെന്ന് പറയണം, ഇത് പാപമാ, ഇത് ഹറാമാ, ഈ വീടിന്റെ അകത്ത് ഇങ്ങനെ നടക്കാൻ പറ്റൂല എന്ന് പറയാൻ ചങ്കൂറ്റം നിനക്കുണ്ടാകണം. നീ മാത്രം സ്വർഗത്തിൽ പോയാ പോരാ. അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറാ. ഖുർആൻ പറഞ്ഞത്, നീ പോകുമ്പോ നിന്റെ ഭാര്യയും മക്കളെയും കൊണ്ടുപോ. ഔറത്ത് മറയ്ക്കാത്ത നിക്കറ് വിട്ടുകൊണ്ട് നടക്കുന്നവനോട് പെടലിക്കൊന്ന് കൊടുത്തിട്ട് പറയണം, ഇനി മുതൽ ഇത് വീട്ടിൽ ധരിച്ചു പോകരുത്. നീ മാത്രമല്ലടാ, നിന്റെ ഉമ്മ ഒരു പെണ്ണ, നിന്റെ സഹോദരി വീട്ടിലുണ്ട്, ഈ കോലത്തിൽ നടക്കരുതെന്നൊന്ന് കൊടുത്തിട്ട് പറയണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബർക്കത്ത് വേണോന്ന് ആഗ്രഹമുള്ളവര് കൈബുക്ക്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ഒരു വാപ്പയ്ക്ക് നീ ബർക്കത്ത് ചെയ്യണേ എന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹ് ഒരു വാപ്പയ്ക്ക് നീ ബർക്കത്ത് ചെയ്യണം. അല്ലാഹു ആ വാപ്പമാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയ്ക്കാ? ഏത് വാപ്പയ്ക്കാന്നറിയുമോ? തന്റെ മക്കള് തെറ്റ് ചെയ്യുമ്പോൾ തന്റെ മക്കളെ തല്ലി നേരെയാക്കാൻ ഏത് വീട്ടിലാണോ ഒരു വാപ്പ ഒരു കമ്പ് വെട്ടിവെച്ചിട്ടുള്ളത്, ആ വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വാപ്പയ്ക്ക്? മക്കളെ തല്ലി നേരെയാക്കാൻ വീട്ടിലൊരു കമ്പ് വെട്ടിവെച്ചിട്ടുള്ള വാപ്പ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ ഒരു കമ്പുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. നിനക്ക് ബർക്കത്ത് വേണം, വരും. സ്വന്തം മക്കളെ തെറ്റ് ചെയ്യുമ്പോൾ തല്ലി നേരെയാക്കാൻ ഒരു വടിയെടുത്ത് നിന്റെ വീട്ടിൽ വെച്ചാ നിനക്ക് ബർക്കത്തുണ്ടാകുമെന്ന് നബിയിന റസൂലുള്ളാഹി. എന്നിട്ട് നിനക്ക് ബർക്കത്ത് വേണം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നീ ചൂരല് വാങ്ങണമെന്ന് ഞാൻ പറയണില്ല, ഒരു കമ്പെങ്കിലും. ഇപ്പൊ പിന്നെ തല്ലാനും പാടില്ല, വാപ്പ മക്കളെ തല്ലിയ അതും കുറ്റമാ. ഇന്ന് നിയമം അങ്ങനെ. തല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. പഴയ ഏത് വീട്ടിൽ പോയാലും ഒരു കമ്പ് കാണാം.
ഇടയ്ക്കിടയ്ക്ക് കിടന്നിങ്ങനെ ശൈത്താൻ കൂടും. നമുക്കൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ശൈത്താൻ കൂടുമ്പോ ഇങ്ങനെ ചോദിക്കും, അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടോടാന്ന്. അല്ലാ പടച്ചവനെ, അവിടെ ഇരിക്കുന്നത് ഒരു കമ്പുണ്ട്, അത് കണ്ടാൽ തന്നെ നമ്മുടെ ശൈത്താൻ ഇറങ്ങും. പക്ഷെ നമ്മൾ അങ്ങനല്ല. അതുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു കമ്പ് വെട്ടി വെക്കണം, അതിലൂടെ നിനക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് വെട്ടിവെച്ചൂടെ? നിനക്ക് വേണമെങ്കിൽ വെട്ടി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ 2 എണ്ണം ഇരിപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വീട്ടിൽ വെട്ടിവെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വെട്ടിവെച്ചിരിക്കുന്ന കമ്പെടുത്തിട്ട് നിക്കറിട്ടുകൊണ്ട് നടക്കുന്നവൻ്റെ തയൊന്നു കൂടനാ തുടക്കി. ഇനി മേലായി ഇങ്ങനെ നടക്കരുത്. ഈ വീടിൻ്റെ അകത്ത് പറ്റൂല. വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണം. കീറിപ്പറഞ്ഞ പാൻറ് വിട്ടുകൊണ്ട് വരുന്നവൻ്റെ പാൻറ് കീറിയിട്ട് പറയണം, ഇതിടുന്നതിനേക്കാളും നല്ലത് നീ ഒന്നും വിടാതെ നടക്കല. അങ്ങനെ തന്നെ നടത്ത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔറത്ത് തുറന്നു വിട്ടുകൊണ്ട് നടക്കരുത്. അതിലൂടെ നിന്റെ ആക്കിബത്ത് വരെ മോശമാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. 4 ഇൻഷാ അല്ലാഹ് നിർത്താറായോ? 11:53 നിർത്താറായോ? 2 എണ്ണം കൂടെ പറയണമെന്നുണ്ട്. ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്ക്. ബക്കറ്റ് പിരിവുണ്ടോ ഹജിയാരെ? ആ പൊക്കിയ കൈ പൊക്കറ്റിട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദക്ക വിപത്തിനെ തട്ടിമാറ്റും. സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. ഇന്നലെ ഞാൻ വഅദ് പറയാൻ പോയപ്പോൾ ഒരു പിതാവിന്റെ അടുക്കൽ വന്നിട്ട് കരഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം. 3 വയസ്സുള്ള കുട്ടി വീടിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ വീടിന്റെ സൈഡിലുണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂളിന്റെ അകത്ത് വീണു മരിച്ചുപോയി. അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ. അതാണ് ദുരന്തങ്ങൾ, അപകടങ്ങൾ, വിപത്തുകൾ പെട്ടെന്നുണ്ടാകുന്ന. ഇവിടുന്ന് ബൈക്കിൽ പോകുന്ന സമയത്ത് ഒന്ന് റോഡിൽ വീഴുക, കൈകാലുകൾ ഒടിയുക, അതൊക്കെ തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്ന. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മക്കാമിന് വേണ്ടിയാണ്, ഈ മക്കാമ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്ക. ഈ സദക്ക എടുക്കുമ്പോൾ നീ അള്ളാഹിനോട് പറയണം, ഈ കൈ ആരുടെ മുന്നിലും നീട്ടേണ്ട അവസ്ഥ വരുത്തരുത്. അല്ലാഹുവേ, എനിക്ക് ആരുടെ മുന്നിലും കൈ നീട്ടി യാചിക്കേണ്ട ഒരു ഗതികേട് തരരുത് എന്ന ഒരു നല്ല നിയ്യത്തോടെ എല്ലാവരും ഒരു നല്ല സദക്ക ഇൻഷാ അല്ലാഹ് എടുക്കുന്നത് എത്രയാണെന്ന് ആരും നോക്കരുത്. പോക്കറ്റിലേക്ക് നിങ്ങൾ നോക്കരുത്. പോക്കറ്റിന്റെ അകത്ത് നോക്കുമ്പോ 2000 ഉണ്ട്, 500 ഉണ്ട്, 200 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 20 ഉണ്ട്. ആ 10 എടുക്കാം. അതാ 10 വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നീ എടുക്കുന്നത് 10 ആയാലും 100 ആയാലും അല്ലാഹ് അറിഞ്ഞാൽ മതി. നീ അറിയണ്ട, എടുക്ക്. 2 ബക്കറ്റിന്റെ അകത്ത് നീ കൈയിടരുത്. പള്ളി പോകുമ്പോ കാണാം, ബക്കറ്റ് കൊണ്ടുവരുമ്പോ 100 രൂപയുടെ നോട്ടെടുത്തിടും. 90 ഇവനും 10 അല്ലാഹ്ക്കും. അതെന്ത് കച്ചവടമാടാ? 90 രൂപ അതിനകത്തുനിന്ന് വാരും. സാറിന് മലയാളം അറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പോലീസുകാരൊക്കെ ഇരുത്തിയിട്ട് വഴല് പറയാൻ കിട്ടുന്നൊരു ഭാഗ്യമില്ല. എന്തായാലും അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ അച്ഛനമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ, സന്താനങ്ങൾ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആ ജോലി നല്ല രീതിയിൽ നിയമമനുസരിച്ച് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ബക്കറ്റിലിട്ടിട്ട് വാരരുത്. കൊടുക്കുന്നത് അള്ളാഹിക്ക് വേണ്ടി കൊടുത്തോ, അള്ളാഹു ഒരിക്കലും നിന്നെ കൈവിടൂല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ആണുങ്ങളും ഉണ്ട്. മുസാഫകത്തൊന്നുമില്ല, എല്ലാവരിടത്തും പൊക്കോ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങിപ്പോ ഇൻഷാ അല്ലാഹ്. കാരണം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതാ, പ്രസിഡന്റും സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന കസേരയിലിരുന്ന് കറങ്ങാനുള്ളവനല്ല. ഇപ്പൊ പള്ളി സെക്രട്ടറിയുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോയാൽ കാണാം, നമ്മൾ വെള്ളിയാഴ്ച ഉസ്താദന്മാര് പറയും, ജുമാ നിസ്കരിക്കാൻ വരുന്നവരുടെ പേരെഴുതാനും പള്ളിയിൽ 2 മലക്കുകൾ നിൽക്കുന്നുണ്ടെന്ന്. നേരത്തെ പള്ളിയിൽ വരുന്നവന്റെ പേരെഴുതാനും മലക്കുകൾ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും കാലം മലക്കുകൾ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ കൊറോണ വന്നപ്പോ പള്ളിയിൽ പോകുമ്പോ കാണാം, സെക്രട്ടറി ചോദിക്കുന്നു, പേരെന്താ? സിറാജുദ്ദീൻ. ഫോൺ നമ്പർ എത്ര? എഴുതി വെക്കും. അപ്പുറത്ത് പ്രസിഡന്റ് നിൽക്കുന്നുണ്ട്, പനിയുണ്ടോ എന്ന് നോക്കാൻ. ഇതായിപ്പോ ജോലി. കറങ്ങുന്ന കസേരയൊക്കെ മാറി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.